കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ പുറത്തു വരുമ്പോഴും പല പ്രചരണങ്ങളാണ് നടക്കുന്നത് എന്നാണ് നടി പറയുന്നത്. ഇപ്പോൾ ആ കേസിന്റെ അവസാന വാദമാണ്. എന്നാൽ മാധ്യമങ്ങൾക്കൊന്നും തന്നെ പുറത്ത് റിപ്പോർട്ട് ലഭിക്കുന്നില്ല. മാധ്യമങ്ങൾ എല്ലാവരും തന്നെ കോടതി വളപ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിലും സാക്ഷിയുടെ വിസ്താരണവും മൊഴി ശേഖരവും ഒക്കെ നടക്കുകയാണെന്ന് പറഞ്ഞ് പോലീസ് മാറ്റി നിർത്തുകയാണെന്നാണ് പറയുന്നത്. കോടതി വളപ്പിലേക്ക് സ്പർശിക്കാൻ പോലും ആകാതെ നിൽക്കുന്ന മാധ്യമങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ നിരവധി ചോദ്യങ്ങൾ വരുന്നത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് അവസാന ഘട്ടത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ വിധി എന്താകുമെന്ന് എല്ലാവരും അന്വേഷിക്കുന്നത്. ഇപ്പോഴും ഇതിന്റെ വാദം നടക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ വാദം നടക്കുന്നതിനിടയിൽ തന്നെയാണ് എല്ലാവരും ഇതേ കാര്യം അന്വേഷിക്കുന്നത്. പല തെറ്റായ പ്രചരണങ്ങളും നടക്കുന്നുണ്ടെന്നാണ് അതിജീവിതയുടെ പരാതി. അതുകൊണ്ട് തന്നെയാണ് ഇത് തുറന്ന കോടതിയിൽ നടക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടതും. എന്നാൽ ഇത് തുറന്ന കോടതിയിൽ നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് കോടതി എന്ന് പറഞ്ഞത്. അത് ഇത്തരത്തിൽ കാര്യങ്ങൾ പ്രചരിക്കാതിരിക്കാനാണ് അന്ന് നടി അത് പറഞ്ഞതെങ്കിലും നടിയുടെ പ്രൈവസി നടിക്ക് പ്രശ്നമല്ലെങ്കിലും നിയമം അങ്ങനെ മാറ്റാനാകില്ല എന്നാണ് കോടതി പറഞ്ഞത്. ദിലീപ് അതിനെതിരെ സ്റ്റേ ഒന്നും വാങ്ങിയില്ലായിരുന്നുവെങ്കിലും ദിലീപിനും തുറന്ന കോടതിയിൽ വെച്ച് പറയാൻ താല്പര്യമില്ല എന്നാണ് തോന്നുന്നത്. എന്നാൽ പ്രതിയുടെയോ അല്ലെങ്കിൽ സാക്ഷിയുടെയോ ഒന്നുമല്ല, അവിടെ അതിജീവിതയുടെ കാര്യം തന്നെയാണ് നോക്കേണ്ടത്. അതിജീവിതയ്ക്ക് അത് പ്രശ്നമല്ല എങ്കിൽ പിന്നെ ആർക്കാണ് അവിടെ പ്രശ്നമെന്ന് നിരവധി പേർ ചോദിക്കുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും കോടതിയിലെ നിയമങ്ങൾ അങ്ങനെ മാറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞേ മതിയാകൂ. അതാണ് അവിടെ കോടതിയും പറഞ്ഞത്. ഒരു സ്ത്രീയെയാണ് അവിടെ അപമാനിച്ചത്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീക്കെതിരെ വരുന്ന കാര്യങ്ങൾ ആ സ്ത്രീ തന്നെ വേണ്ട എന്ന് പറഞ്ഞാലും നമുക്കവിടെ മാറ്റാൻ സാധിക്കില്ല. പരാതി പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനിടയിൽ നടപടി നടക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇപ്പോൾ അന്വേഷിക്കാൻ പറ്റുന്നത്. അത് തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറയാം. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ആ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ്. അതിന്റെ അവസാന വിധി എന്താണ് എന്നുള്ളത്. ദിലീപ് 7ാം പ്രതിയാണ് ഇപ്പോൾ. അത് മൊഴിയെടുക്കുമ്പോൾ ഒന്നെങ്കിൽ പ്രതിസ്ഥാനത്ത് നിന്ന് മാറും, അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉണ്ടാകും, പ്രതിപട്ടികയുടെ നീളം കൂടും. ഇതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതെന്ന് പറയാം. പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രതീക്ഷയും ഇത് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ദിലീപിന്റെ ഈ ചിത്രങ്ങളൊക്കെ പുറത്തു വരാൻ കാത്തിരിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ വിധി കൂടി പുറത്തു വരാൻ കാത്തിരിക്കുന്നത്. ദിലീപ് നിരപരാധിയാണോ എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഒരിക്കലും നിരപരാധിയാകില്ല എന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിലുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ. അദ്ദേഹത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ തന്നെയും അദ്ദേഹം നിരപരാധിയാണോ എന്ന് ചോദിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ അല്ല എന്ന ഉത്തരം തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ ചെറിയ വിഷമമുണ്ടെങ്കിൽ പോലും അത് തന്നെയാണ് സത്യമെന്ന് പറഞ്ഞേ മതിയാകൂ. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവരൊക്കെ തന്നെയും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കേൾക്കുന്ന സമയമൊക്കെയും ദിലീപിന്റെ വാർത്തകൾക്ക് തന്നെയാണ് ഇരിക്കുന്നത്. ദിലീപ് പ്രതിയാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി, മറ്റുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയണ്ട എന്ന് അവർ പ്രേക്ഷകർ തന്നെ തുറന്നു പറയുന്നു. ദിലീപ് നിരപരാധിയാണെങ്കിൽ ആ കേസ് എങ്ങനെ അവസാനിക്കും? ആരായിരിക്കും പ്രതി? ശരിക്കും ആരെയാണ് ദിലീപ് രക്ഷിക്കാൻ നോക്കിയത്? കേസിലെ മാഡം ആരാണ്? തുടർന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാനും സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.